നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനുതാപ് എന്നുള്ള പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് പഠിച്ചത്. അനുതാപ് किसकी रचना है? सुकेश साहनी की रचना है. यह एक लघु कथा है. ലഘു കഥ നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ അസ്ലം നമ്മൾ കണ്ടു. അസ്ലം കോൻ ഹേ? അസ്ലം एक रिक्शे वाला था लेकिन वो मर गया. ഒരു റിക്ഷേവാലയായിരുന്നു, പക്ഷെങ്കിൽ അവർ മരിച്ചുപോയി. അസ്ലം മരിച്ചുപോയി ഇല്ലേ? ഇന്ന് ബാബുജി എന്തു ചെയ്യുകയായിരുന്നു? ഇന്ന് ബാബുജി റിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് വേറെ ഒരു റിക്ഷേവാല വന്നിട്ട് എൻ്റെ ഓട്ടോയിൽ കയറിക്കോ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോകുന്നത്. വഴിയിൽ നമ്മൾ കണ്ടു. ഇങ്ങനെ ഇന്നലെ സംഭവങ്ങളെല്ലാം വിവരിക്കുകയാണ് റിക്ഷേവാല. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. कल की घटना उसकी आंखों के आगे सजीव हो उठी. रिक्शा नटराज टाकीस पार कर बड़े डाक खाने की ओर जा रहा था. रिक्शा चलाते हुए असलम धीरे धीरे करा रहा था. रिक्शा चलाते हुए असलम धीरे धीरे करा रहा था. बीच बीच में एक हाथ से पेट पकड़ लेता था. सामने डाक बंगले तक चढ़ाई ही चढ़ाई थी. एक बारगी उसकी इच्छा हुई कि रिक्शे से उतर जाए. अगले ही क्षण उसने खुद को समझाया था, रोज़ का मामला है, कब तक उतरता रहेगा. ये लोग नाटक खूब कर लेते हैं, इनके साथ हमदर्दी जताना बेवकूफ़ी होगी. अनाप शनाप पैसे मांगते हैं, कुछ कहो तो सरेआम इज्जत उतरने पर आमादा हो जाते हैं. असलम रिक्शे से उतर पड़ा था. दाहिना हाथ गद्दी पर जमा कर चढ़ाई पर रिक्शा खींच रहा था. वह बुरी तरह हाँफ रहा था. गंजे सिर पर पसीने की नन्ही नन्ही बूंदें दिखाई देने लगी थी. അതുവരെ ആദ്യം നോക്കാം. कल की घटना उसकी आंखों के आगे सजीव हो उठी. നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്നലത്തെ സംഭവം, ഇന്നലെ എന്തുണ്ടായി എന്ന കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗത്തിൽ കുറച്ച് പരിചയമില്ലാത്ത പുതിയ വാക്കുകൾ കാണാം. അത് ആദ്യം നമുക്ക് നോക്കാം. ഡാക് ഖാന, പോസ്റ്റ് ഓഫീസ്. ഡാക് ഖാന അർത്ഥമാണ് പോസ്റ്റ് ഓഫീസ്. കരാഹ്ന കരയുക. പേട്ട് വയർ. ചढ़ाई കയറ്റം. एक बारगी जल्दी. रोज़ ഡെയിലി. മാമല പ്രശ്നം. ഉത്തർന ഇറങ്ങുക. ഹംദർദി സഹതാപം. ബേവക്കൂഫി വിഡ്ഢിത്തം. അനാപ് ശനാപ് നിരർത്ഥക് ബാത്തേം കഹിന അനാവശ്യമായിട്ട് സംസാരിക്കുക. സരയാം ഖുൽക്കർ പരസ്യമായി. ഇസ്സത്ത് ഉത്തർന അപമാനിക്കുക. ആമാദ ഹോ ജാന തയ്യാർ ഹോന. ദാഹിന ഹാത്ത് റൈറ്റ് ഹാൻഡ് വലത്തെ കൈ. ഗദ്ദി സീറ്റ് ഇരിപ്പിടം. ഹാഫിന കിതക്കുക. ഗഞ്ചാ സിർ കഷണ്ടി തല. പസീന വിയർപ്പ്.
നന്നി നന്നി, ചോട്ടി ചോട്ടി, ചെറിയ ചെറിയ അതുവരെ നോക്കാം. അപ്പോൾ കൽ की घटना उसकी आंखों के आगे सजीव हो उड़ी. ഇന്നലത്തെ സംഭവം അവരുടെ ബാബുജിയുടെ കണ്ണുകളിൽ ഇന്ന് സജീവമായി കാണുകയാണ്. എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർക്കുകയാണ്. റിക്ഷ നടരാജ് ടാക്കീസ് പാർ കർ ബഡേ ഡാക് ഖാനെ കി ഓർ ജാ രഹാ താ. റിക്ഷ എങ്ങോട്ട് പോവുകയായിരുന്നു? വഹം നടരാജ് ടാക്കീസ് ഹെ. നടരാജ് ടാക്കീസ്, ടാക്കീസിൻ്റെ പേരാണ് നടരാജ്. നടരാജ് ടാക്കീസ് പാർ കർ, പാർ കർണ കടക്കുക. നടരാജ് ടാക്കീസ് കടന്നിട്ട് ഡാക് ഖാനെ കി ഓർ ജാ രഹാ താ. ഡാക് ഖാന പോസ്റ്റ് ഓഫീസ്. നടരാജ് ടാക്കീസും കടന്ന് പോസ്റ്റ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ അല്ലേ, ഇന്നലത്തെ സംഭവം ഓരോന്നായിട്ട് മനസ്സിൽ ഓർത്തെടുക്കുകയാണ്. ഇന്നലെ എന്തുണ്ടായി? നടരാജ് ടാക്കീസും കടന്ന് റിക്ഷ പോസ്റ്റ് ഓഫീസിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. डाक रिक्शा चलाते हुए असलम धीरे धीरे कराह रहा था. റിക്ഷ ചലാന, റിക്ഷ ഓടിക്കുക, റിക്ഷ ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അസ്ലം ധീരെ ധീരെ കരാഹ് രഹാത്ത, കരാഹിന കരയുക, അസ്ലം ധീരെ ധീരെ കരാഹ് രഹാത്ത. റിക്ഷ ഓടിച്ചുകൊണ്ട് അസ്ലം പതുക്കെ പതുക്കെ കരയുകയായിരുന്നു. ബീച്ച് ബീച്ച് മേം ഏക് ഹാത്ത് സേ പേട്ട് പക്കട് ലേത്താ താ. ബീച്ച് ബീച്ച് മേം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇടയ്ക്കിടയ്ക്ക് ഒരു കൈ കൊണ്ട് പേട്ട് എന്ന് പറഞ്ഞാൽ എന്താ? വയർ പിടിക്കുന്നുണ്ടായിരുന്നു. പേട്ട് പക്കടിന, വയറ് പിടിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു കൈ കൊണ്ട് വയറ് പിടിച്ചുകൊണ്ടാണ് റിക്ഷ ഓടിക്കുന്നത്. സാമനെ ഡാക് ബംഗളെ തക് ചढ़ाई थी. ഇനി മുമ്പോട്ടുള്ള വഴി എങ്ങനെയുള്ളതായിരുന്നു? ചढ़ाई थी. ചढ़ाई കയറ്റം. ഇനി മുമ്പോട്ടുള്ള വഴി കയറ്റം തന്നെയാണ്. ഡാക് ബംഗളയിൽ നിന്ന് എത്തുമ്പോഴത്തേക്കും ഉള്ള വഴിയെല്ലാം കയറ്റം തന്നെയാണ്. ഏക് ബാരഗി ഉസ്കി ഇച്ഛാ ഹുയി തീ കി റിക്ഷേ സേ ഉതർ ജായേം. ഏക് ബാരഗി ജൽദി, പെട്ടെന്ന് ആഗ്രഹിച്ചു പോയി. എന്താഗ്രഹിച്ചു? റിക്ഷയിൽ നിന്നും ഇറങ്ങിയാലോ എന്ന് ആഗ്രഹിച്ചു. ബാബുജി എന്താഗ്രഹിച്ചു? റിക്ഷയിൽ നിന്നും ഇറങ്ങിയാലോ എന്ന് ആഗ്രഹിച്ചു പോയി. അകലേ ഹി ക്ഷൺ ഉസ്നെ ഖുദ് കോ സമझായ. അകലേ ഹി ക്ഷൺ, അകലാക്ഷണ് അടുത്ത നിമിഷം തന്നെ പിന്നീട് എന്ത് വിചാരിച്ചു? ഉസ്നെ ഖുദ് കോ സമझായ, സ്വയം മനസ്സിലാക്കി. എന്തു മനസ്സിലാക്കി? യ് രോജ് കാ മാമല ഹെ, എല്ലാ ദിവസവുമുള്ള രോജ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെയിലി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത്. എല്ലാ ദിവസവും ഇതുപോലെ തന്നെ വഴിയിൽ വെച്ചിട്ട് അസ്ലമിന് വയ്യാതെയാകുന്നു, അപ്പോഴേ ഇറങ്ങേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു? സ്വയം തൻ്റെ മനസ്സിനെ തന്നെ ഒന്ന് മനസ്സിലാക്കിച്ചു. കബ് തക് ഉതർത്താ രഹേഗ, എത്ര കാലം വരെ ഇങ്ങനെ വഴിയിൽ വെച്ചിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും? യേ ലോഗ് നാടക് ഖൂബ് കർ ലേത്തെ ഹെ. ഈ റിക്ഷേവാലയുടെ ഒരു രീതിയാണ്. റിക്ഷേവാല എന്ത് ചെയ്യും? റിക്ഷേവാലെ ഇസീ തരഹ് നാടക് ഖൂബ് കർ ലേത്തെ ഹെ. ഇത് നാടകം അഭിനയിക്കുകയാണ്. ഇങ്ങനെ അഭിനയിക്കുകയാണ്, ഇല്ലാത്ത കാര്യങ്ങൾ വെറുതെ അഭിനയിക്കുകയാണ് എന്ന് വിചാരിച്ചു. ഇൻകെ സാത്ത് ഹംദർദി ജതാന ബേവകൂഫി ഹോഗി. അതുകൊണ്ട് ഇവരുടെ അടുത്ത്, റിക്ഷക്കാരുടെ അടുത്ത് ഹംദർദി ജതാന, ഹംദർദി സഹതാപം കാണിക്കുക. എന്താണ്? ബേവകൂഫി ഹോഗി. ബേവകൂഫി
എന്ന് പറഞ്ഞാൽ എന്താ? വിഡ്ഢിത്തം. ഇവരോട് സഹതാപം കാണിക്കുക എന്ന് വെച്ചാൽ വിഡ്ഢിത്തമാകും. അതുകൊണ്ട് സഹതാപം കാണിക്കേണ്ട ആവശ്യം ഇല്ല എന്നാണ് ബാബുജി കരുതിയത്. അനാവശ്യനാബ് പൈസേ മാങ്കുതേയും. ഈ റിക്ഷേവാലയുടെ രീതിയാണ്. റിക്ഷേവാല എന്ത് ചെയ്യും? അനാവശ്യനാബ് പൈസേ മാങ്കുതേയും. അനാവശ്യനാബ് നിരർത്ഥക് ബാത്തേം കകുകർ. അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വായിട്ടടിച്ചിട്ട് എന്തു പറയും? പൈസ ആവശ്യപ്പെടും. അനാവശ്യമായിട്ട് വായിട്ടടിച്ചിട്ട് പൈസ ആവശ്യപ്പെടും. कुछ कहो तो सरेआम इज्जत उतरने पर आमादा हो जाते हैं. കുച്ച് കഹോ, എന്തെങ്കിലും പറയുകയാണെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യും? റിക്ഷക്കാർ സാധാരണയായിട്ട് എന്ത് ചെയ്യും? കുച്ച് കഹോ തോ സരയാം. സരയാം ഖുൽക്കർ, തുറന്ന് പറയുക, പരസ്യമായിട്ട് എന്ത് ചെയ്യും? ഇസ്സത്ത് ഉത്തർനെ പർ ആമാദാ ഹോ ജാത്തെ ഹെം. ഇസ്സത്ത് ഉത്തർന, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നാണ്. ഇസ്സത്ത് ഉത്തർന എന്ന് പറഞ്ഞാൽ അഭിമാനം കളയുക, അപമാനിക്കുക. അതായത് അപമാനിക്കുവാൻ വേണ്ടി ആമാദാഹോ ജാത്തേഹിം. ആമാദാഹോ ജാന തയ്യാറാവുക. എന്തെങ്കിലും തുറന്ന് പറഞ്ഞിട്ട് അവർ എന്ത് ചെയ്യും? പറയുന്നവരെ, യാത്രക്കാരനെ അപമാനിക്കാൻ തയ്യാറാകും. അങ്ങനെയാണ് റിക്ഷേവാലയുടെ രീതി. അസ്ലം റിക്ഷേസെ ഉത്തർ പടാത്ത. അസ്ലം ഇന്നലെ റിക്ഷയിൽ നിന്നും ഒരു പ്രാവശ്യം ഇറങ്ങി. തീരെ വയ്യായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു? റിക്ഷയിൽ കയറുന്നു. ദാഹിനാഹാത്ത് ഗദ്ദി പർ ജമാക്കർ ചढ़ाई पर റിക്ഷ खींच रहा था. യാത്രക്കാരനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കണമല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്തു? ദാഹിനാഹാത്ത് ഗദ്ദി പർ ജമാക്കർ. ദാഹിനാഹാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ ഗദ്ദി പർ ജമാക്കർ. ഗദ്ദി എന്ന് പറഞ്ഞാൽ എന്താ? ഇരിപ്പിടം, സീറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചढ़ाई पर खींच रहा था. വണ്ടി എങ്ങോട്ട് ഓടിക്കുകയാണ്? മുമ്പിലുള്ള വഴി എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചढ़ाई ആണല്ലോ. ചढ़ाई എന്ന് പറഞ്ഞാൽ കയറ്റം. അതിൻ്റെ വിപരീത പദമാണ് ഉതരായി. ഉതരായി എന്ന് പറഞ്ഞാൽ ഇറക്കം. ഇനി മുമ്പോട്ടുള്ള വഴി കയറ്റമാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുകയാണ്? വലത്തെ കൈ സീറ്റിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചढ़ाई पर रिक्शा खींच रहा था. കയറ്റത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. റിക്ഷ ഈ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വ ബുരി തര ഹാഫ് രഹാ താ. അപ്പോൾ അവൻ്റെ സ്ഥിതി എങ്ങനെയൊക്കെയായിരുന്നു? വ ബുരി തര മോശമായ രീതിയിൽ, വളരെ മോശമായിട്ട് എന്ത് ചെയ്യുന്നു? ഹാഫ് രഹാ താ. ഹാഫിന എന്ന് പറഞ്ഞാൽ എന്താ? കിതക്കുക. അവൻ വളരെ മോശമായ രീതിയിൽ അസ്ലം ഇന്നലെ കിതപ്പുണ്ടായിരുന്നു. പിന്നീട് എന്തൊക്കെയുണ്ടായി? ഗഞ്ചേ സിർ പർ പസീനെ കി നന്നി നന്നി ബൂന്തേം ദിഖായി ദേനെ ലഗി തി. ഗഞ്ചാ സിർ എന്ന് പറഞ്ഞാൽ എന്താ? തല. ഗഞ്ചാ സിർ എങ്ങനെയുള്ള തലയാണ്? കഷണ്ടി തലയിൽ മുടിയൊന്നുമില്ലായിരുന്നു, കഷണ്ടിയായിരുന്നു. കഷണ്ടി തലയിൽ പസീനേക്ക് നന്നി നന്നി ബൂന്തിയും. പസീന വിയർപ്പിൻ്റെ നന്നി ബൂന്തിയും, ചെറിയ ബൂന്ത് ക്യാ ഹെ? ഡ്രോപ്പ്, തുള്ളി, ചെറിയ തുള്ളികൾ, വിയർപ്പ് തുള്ളികൾ. ദിഖായി ദേനെ ലഗി തി, കാണപ്പെടാൻ തുടങ്ങി. കഷണ്ടിത്തലയിൽ വിയർപ്പ് തുള്ളികൾ കാണാൻ തുടങ്ങി. അപ്പം ഭയങ്കരമായ വിയർപ്പുണ്ട്, കിതക്കുന്നുണ്ടായിരുന്നു. പിന്നെ സീറ്റിൽ കൈ വെച്ചുകൊണ്ടാണ് മുമ്പോട്ടുള്ള കയറ്റം കയറിയത്. അപ്പോൾ ഇത്രയും വയ്യാതെയാണ് അസ്ലം ഇന്നലെ ബാബുജിയെ അവിടം വരെ എത്തിച്ചത്, ഓഫീസ് വരെ എത്തിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഓർത്തെടുക്കുകയാണ് ബാബുജി. അടുത്ത ഭാഗം കൂടി നോക്കൂ. किसी कार के हॉर्न से चौंक कर वो वर्तमान में आ गया. रिक्शा तेजी से नटराज से डाक बंगले वाली चढ़ाई की ओर बढ़ रहा था.
रुको। एकाएक उसने रिक्शे वाले से कहा और रिक्शे के धीरे होते ही उतर पड़ा। रिक्शे वाला बहुत मजबूत कदकाठी का था। उसके लिए यह चढ़ाई खास मायने नहीं रखती थी। उसने हैरानी से उसकी ओर देखा। वह किसी अपराधी की भांति सिर झुकाए हुए रिक्शे के साथ साथ चल रहा था. ഇനി ഈ ഭാഗത്തിൽ വാക്കുകൾ, അറിയാത്ത വാക്കുകൾ അർത്ഥം ആദ്യം പറയാം. ചൗങ്കിന, ചൗങ്കിന ഞെട്ടുക, ചൗങ്കിന ഞെട്ടുക. മസ്ബൂത്ത്, മസ്ബൂത്ത് സ്ട്രോങ്. കദ്കാഠി, കദ്കാഠി ആരോഗ്യമുള്ള. ഖാസ് മായനെ പ്രത്യേക കാര്യം. ഹൈരാനി ആശ്ചര്യം. സിർ ഝുകിന തല കുനിക്കുക. ഇനി ഈ ഭാഗം ഒന്ന് നോക്കാം. കിസി കാർ കെ ഹോൺ സെ ചൗങ്ക് കർ വ വർത്തമാൻ മേ ആ ഗയാ. ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് ബാബുജി വണ്ടിയിൽ, റിക്ഷയിൽ യാത്ര ചെയ്യുകയാണ്. ബാബുജി എങ്ങോട്ടാണ് പോകുന്നത്? ഓഫീസിലേക്ക് അല്ലേ? ബാബുജി ഓഫീസിലേക്ക് പോവുകയാണ്. ബാബുജി ദഫ്തർ ജാ രഹേ ഥേ. ഇങ്ങനെ വഴിയിൽ ഓർത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് എന്തുണ്ടായി? കിസി കാർ കെ ഹോൺ സെ, കിസി കാർ കെ ഹോൺ സെ ചൗങ്ക് ഗയാ. വ ചൗങ്ക് ഗയാ, ഞെട്ടിപ്പോയി. ബാബുജി ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഏതോ ഒരു കാറിൻ്റെ ഹോണടി കേട്ടത്. ഏതോ ഒരു കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ടു. എന്നിട്ടോ ചൗങ്ക് കർ വ വർത്തമാൻ മേ ആ ഗയാ. ചൗങ്കിന ഞെട്ടുക. ചൗങ്ക് കർ എന്ന് ചേർക്കുമ്പോൾ ഞെട്ടിയിട്ട്. ഇന്നലെ പറഞ്ഞു കഹ്കർ പറഞ്ഞിട്ട്, ചൽക്കർ നടന്നിട്ട്, രോക്കർ കരഞ്ഞിട്ട്, ലിഖ്കർ എഴുതിയിട്ട് എന്നാണ് അർത്ഥം വരിക. ചൗങ്ക് എന്ന് പറഞ്ഞാൽ ഞെട്ടിയിട്ട്. ഏതോ ഒരു കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ടു, എന്നിട്ട് ഞെട്ടിയിട്ടോ. വർത്തമാൻ മേ ആ ഗയാ. ഏതോ ഒരു കാറിൻ്റെ ഹോണടി ശബ്ദം കേട്ടിട്ട് ഞെട്ടുകയും ഈ സ്ഥലകാല ബോധം ഉണ്ടാവുകയും ചെയ്തു. റിക്ഷ तेजी से नटराज से डाक बंगले वाली चढ़ाई की ओर बढ़ रहा था. रिक्शा तेजी से വേഗത്തിൽ, റിക്ഷ വേഗത്തിൽ നടരാജ് ടാക്കീസ് കടന്നിട്ട് ഡാക് ബംഗളയുണ്ടായിരുന്നല്ലോ, ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കും, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. റിക്ഷ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ബോധം ഉണ്ടായത്, സ്ഥലകാല ബോധം ഉണ്ടായത് ബാബുജിക്ക്. എന്നിട്ട് എന്തു പറഞ്ഞു? രുക്കോ, സ്റ്റോപ്പ് ചെയ്യൂ, നിർത്തൂ എന്ന് പറഞ്ഞു. എകായക് ഉസ്നെ റിക്ഷേ വാലേ സെ കഹാ और रिक्शे के धीरे होते ही उतर पड़ा. എക്കായക്ക്, എക്കായക്ക് പെട്ടെന്ന്, പെട്ടെന്ന് എന്തു ചെയ്തു? ഉസ്നെ റിക്ഷേവാലേ സെ കഹാ, പെട്ടെന്ന് റിക്ഷേവാലയോട് പറഞ്ഞു. എത്തേണ്ട സ്ഥലം എത്തി. അപ്പോഴാണ് സ്ഥലകാല ബോധമുണ്ടായത്. പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഓഫീസിൻ്റെ അടുത്തെത്തി. അതുകൊണ്ട് പറഞ്ഞു രുക്കോ, നിർത്തൂ, സ്റ്റോപ്പ് ചെയ്യൂ. എന്നിട്ടോ റിക്ഷയിൽ നിന്നും, റിക്ഷ പതുക്കെ പതുക്കെ അവിടെ നിർത്താൻ പോവുകയാണ്. അപ്പോഴും ബാബുജി റിക്ഷയിൽ നിന്നും ഇറങ്ങി. റിക്ഷേവാല ബഹുത്ത് മസ്ബൂത്ത് കദ്കാഠി കഥ. റിക്ഷേവാല എങ്ങനെയുള്ള വ്യക്തിയായിരുന്നു? മസ്ബൂത്ത് കദ്കാഠി കഥ. കദ്കാഠി ആരോഗ്യമുള്ള, മസ്ബൂത്ത് സ്ട്രോങ്, നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. ആരോഗ്യ ദൃഢഗാത്രനായ ഒരു വ്യക്തിയാണ് ഇന്നത്തെ റിക്ഷേവാല. उसके लिए ये चढ़ाई खास मायने नहीं रखती थी. അവന്, ഇന്നത്തെ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണല്ലോ,
അതുകൊണ്ട് അവന് ഈ കയറ്റം ഒരു പ്രയാസമേ ആയിരുന്നില്ല, വലിയൊരു കാര്യമേ ആയിരുന്നില്ല. ഉസ്നേം ഹൈരാനീസെ ഉസ്കി ഓർ ദേഖാ. ബാബുജി എന്ത് ചെയ്യുകയാണ്? ഹൈരാനീസെ ഉസ്കി ഓർ ദേഖാ. ആശ്ചര്യത്തോടുകൂടി, ഹൈരാനീസെ ആശ്ചര്യത്തോടുകൂടി അവനെ ഒന്ന് നോക്കി. ബാബുജി ആശ്ചര്യത്തോടുകൂടി അവനെ ഒന്ന് നോക്കി, റിക്ഷക്കാരനെ ഒന്ന് നോക്കി. वो किसी अपराधी की भांति सिर झुकाए रिक्शे के साथ साथ चल रहा था. അപ്പോൾ എന്ത് ചെയ്യുകയാണ്? അപരാധി കി ഭാന്തി. പിന്നീട് എന്ത് ചെയ്തു ബാബുജി? അപരാധി കി ഭാന്തി. കി ഭാന്തി എന്ന് പറഞ്ഞാൽ പോലെ. ഏതുപോലെ? അപരാധിയെ പോലെ, ഒരു തെറ്റ് ചെയ്ത ആളെ പോലെ, കുറ്റക്കാരനെ പോലെ എന്ത് ചെയ്യുകയാണ്? സിർ ഝുക്കായേ ഹുവേ. സിർ ഝുക്കാന തല കുനിക്കുക. അപരാധിയെ പോലെ, കുറ്റക്കാരനെ പോലെ തല കുനിച്ചുകൊണ്ട് റിക്ഷയോടൊപ്പം തന്നെ പോവുകയാണ്, നടന്നു പോവുകയാണ്. അപ്പോൾ എത്തേണ്ട സ്ഥലത്ത് ഇറങ്ങി റിക്ഷ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ബാബുജിയും ഇറങ്ങിയിട്ട് റിക്ഷ പോകുന്ന വഴിയിലേക്ക് തന്നെ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നു പോവുകയാണ്. അപ്പം നമ്മൾ ഈ പാഠത്തിൽ എന്താണ് കണ്ടത്? എന്ത് പഠിച്ചു? അസ്ലം മർ ഗയാ അല്ലേ? असलम मर गया. असलम को क्या हुआ? असलम रास्ते में रिक्शा चलाते हुए जा रहा था, तब रास्ते में उसकी पेशाब बंद हो गया. उसका पेशाब बंद हो गया और वो रास्ते में ही दम तोड़ गया. അസ്ലം ഇന്നലെ നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത്? അസ്ലം പോകുന്ന വഴിയിൽ പേശാബ് ബന്ദ് ഹോ ഗയ, യൂറിൻ പോകാതെയായി വഴിയിൽ വെച്ച് തന്നെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ച് തന്നെ അസ്ലം മരിച്ചു അല്ലേ? അപ്പോൾ അസ്ലം ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓരോരോ മനുഷ്യനെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ് ഓരോ വ്യക്തിയും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത്. അസ്ലമിൻ്റെ അവസ്ഥയും എന്തു തന്നെയായിരുന്നു? असलम भी इसी प्रकार बड़ी कठिनाई से अपनी जीविका चलाने के लिए काम कर रहा था. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് തൻ്റെ ജീവിതമാർഗം ആയ റിക്ഷ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ സമൂഹത്തിൽ കാണുന്ന കഷ്ടപ്പാടിനെയാണ്, ബുദ്ധിമുട്ടിനെയാണ് സുകേശ് സാഹ്നി ഇതിൽ ഈ ചെറുകഥയിൽ, ലഘുകഥയിൽ വിവരിച്ചു.